അപ്പോൾ ഇനിയിപ്പം പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ബഹളമൊക്കെ തീർന്നു. നെക്സ്റ്റ് നമ്മൾ തിയറി എക്സാമിലോട്ട് കടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, പല പല ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ തിയറി എക്സാംസ് നടക്കുന്നത്, ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ മോക്ക് ടെസ്റ്റിനാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഭാരത് സ്കില്ലിൻ്റെ വെബ്സൈറ്റിലുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മോക്ക് ടെസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തത് പ്രാക്ടീസ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാമിന് പോയിട്ടുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മോക്ക് ടെസ്റ്റിൻ്റെ PDF കിട്ടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ PDFനേക്കാളും എപ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് എക്സാം പോലെ അറ്റൻഡ് ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് രണ്ട് സോഴ്സസ് ആണുള്ളത്. ഒന്ന് നിമി മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ആപ്പ് ഉണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡിൽ മാത്രമേ വർക്കിംഗ് ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, അതിപ്പം എക്സാമിൻ്റെ ഒക്കെ സമയമാകുമ്പം കുറച്ച് ഡൗൺ ആവാറുണ്ട് ആപ്പ്, ചിലപ്പോൾ നമുക്ക് തുറന്നാൽ കിട്ടാറൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വെബ്സൈറ്റ് വഴി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിമി മോക്ക് ടെസ്റ്റ് എന്നൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിമി മോക്ക് ടെസ്റ്റിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരുന്ന ഫസ്റ്റ് പേജ് തന്നെ NCVT ഓൺലൈൻ നിമി മോക്ക് ടെസ്റ്റ് ഓൾ ട്രേഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ വന്നിട്ടില്ലേ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജിലോട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്യും. അതിലാണ് നമ്മുടെ മോക്ക് ടെസ്റ്റിൻ്റെ ഭാഗങ്ങളുള്ളത്. അപ്പോൾ ഇങ്ങനെ താഴോട്ട് നിങ്ങൾ നീക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുക്കും. അപ്പോൾ ആ ട്രേഡിൽ ഇപ്പോൾ ഞാൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രേഡ് സെലക്ട് ചെയ്യുന്നു. ട്രേഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് ലോഡ് ആവാനുള്ള ഒരു സമയം കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൽ കണ്ടോ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡ് തിയറി ഫസ്റ്റ് ഇയർ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ, ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയറിൻ്റെ. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡ് തിയറി ഫസ്റ്റ് ഇയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു പേജിലോട്ട് എഗെയിൻ നമ്മുടെ ഡയറക്റ്റ് ആവും. ഇതിൽ ടോപ്പിക്സ് ലോഡായിട്ട് വരും. നമ്മുടെ ഇപ്പോൾ ട്രേഡ് തിയറിയിലുള്ള ടോപ്പിക്സ് ലോഡായിട്ട് വരും. ഇപ്പോൾ നോക്കിയാൽ സേഫ്റ്റി, ബേസിക് എഞ്ചിനീയറിംഗ്, ഡ്രോയിങ്, ഫൗണ്ടേഷൻ, മേസൺറി എന്നൊക്കെ പറഞ്ഞ് ചാപ്റ്റർ വൈസ്, മൊഡ്യൂൾ വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ഓപ്പൺ ആക്കുകയാണെങ്കിൽ അതിൽ 25 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആകെ ഉള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണെങ്കിൽ അവിടെ ടിക്ക് കാണിക്കും. ഇനി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് തെറ്റാണെങ്കിൽ തെറ്റായിട്ട് കാണിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് എന്ത് ഇൻസ്ട്രുമെൻ്റ് ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആ പോർഷന് നമ്മൾ അതിൻ്റെ ഹെഡ് എന്നാ പറയുക. അപ്പം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്ത് അടുത്ത ക്വസ്റ്റ്യൻ തെറ്റായിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാന്ന് കാണിക്കും. ആൻഡ് കറക്റ്റ് ആൻസർ മേലെ കാണിച്ചു തരും കൂടെ ചെയ്യും. അപ്പോൾ ഇതാണ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആപ്പ് അവൈലബിൾ അല്ല, പിന്നെ ആപ്പിന് ചെറിയ പേയ്മെൻറ്റ് എന്തോ ഉണ്ട്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ, വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എടുത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാ ടോപ്പിക്സും ഉണ്ട്. ഇനി ഇത് കൂടാതെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൻ്റെ ടോപ്പിക്സും ഇതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അതിലും ടോപ്പിക്സ് ലോഡായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ടോപ്പിക്സ് എടുത്തിട്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് സെക്കൻഡ് ഇയറിൻ്റെയും അതുപോലെ തന്നെ ഉണ്ട്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സെക്കൻഡ് ഇയർ, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്, എംപ്ലോയബിലിറ്റി സ്കില്ല് എല്ലാം ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ ഇപ്പോൾ സബ്ജക്റ്റ് വൈസ് ആണ്. ഒന്ന് ട്രേഡ് തിയറി, പിന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ, എംപ്ലോയബിലിറ്റി സ്കില്ല്. ഇതും കഴിഞ്ഞ് ലാസ്റ്റ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ CBT മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതായത് മിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം പോലെ അത് അറ്റൻഡ് ചെയ്ത് നോക്കാം കണ്ടോ. നിങ്ങളുടെ മെയിൻ എക്സാം എങ്ങനെയാണോ അതുപോലെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ്. 2 hours ആണ്. നിങ്ങൾക്ക് ലാംഗ്വേജ് ഇവിടെ മാറ്റിയിട്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ നിങ്ങളുടെ മെയിൻ എക്സാമിന് മലയാളത്തിൽ അപ്പുറത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. പ്രൊസീഡ് ടു നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെ ട്രേഡ് തിയറിയിൽ നിന്ന് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കുന്നത്. ട്രേഡ് തിയറിയിൽ നിന്ന് 44 ക്വസ്റ്റ്യൻ, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ്, എംപ്ലോയബിലിറ്റി സ്കില്ലിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മുടെ ട്രേഡ് തിയറിയും വർക്ക്ഷോപ്പ് കാൽക്കുലേഷനും കമ്പൈൻഡ് ആയിട്ട് 50 ഒറ്റ സെറ്റായിട്ടാണ് ഉണ്ടാവുക. ആൻഡ് എംപ്ലോയബിലിറ്റി സ്കില്ല് സെപ്പറേറ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ സെപ്പറേറ്റ് പാസ്സാവണം. മൊത്തം 120 മിനിറ്റ്, അതായത് 2 മണിക്കൂറാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുത്തു നോക്കാം. കണ്ടോ, ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ വാട്ട് ഈസ് ദ മാക്സിമം സ്പാൻ ഫോർ സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ. അപ്പം സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ആണെങ്കിൽ നമ്മൾ 3.6 കൊടുക്കുന്നു. ഇതിൽ ആൻസർ കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളത് അപ്പം കാണിക്കില്ല, ലാസ്റ്റ് ആയിരിക്കും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ സൈഡിൽ കണ്ടോ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, ബുക്ക് മാർക്ക് വിത്ത് ആൻസേഴ്സ്, ബുക്ക് മാർക്ക് നോട്ട് ആൻസേഴ്സ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ട്രേഡ് തിയറിയിലുള്ള 44 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് സെറ്റ് വന്നിട്ടുള്ളത്. ആൻഡ് താഴെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് കാണിക്കുന്നുണ്ട്. എംപ്ലോയബിലിറ്റി സ്കില്ലിൽ നിന്നുള്ള 25 ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം നിങ്ങൾ ഈ 2 മണിക്കൂറിലാണ് അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്താൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും. അപ്പം ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അത് ഗ്രീൻ മാർക്കിൽ, നിങ്ങൾ ആൻസർ ചെയ്തു എന്നുള്ളതുകൊണ്ട് അത് ഗ്രീൻ മാർക്കിൽ കാണിക്കുന്നുണ്ട്. ഇനി ആ ബ്ലൂ കളർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം.
അതായത് ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ലെവൽ വിച്ച് ഡസ് നോട്ട് റിക്വയർ എനി പ്രൊട്ടക്ഷൻ ഫ്രം ദ സൺ. സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണ്ടാത്ത ലെവൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ ഓട്ടോ ലെവലാണ്. അപ്പോൾ ഓട്ടോ ലെവൽ ഞാൻ എഴുതി, പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇത് ഓട്ടോ ലെവൽ തന്നെയാണോ എന്നുള്ളെങ്കിൽ എനിക്കത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അതാണ് ഇവിടെ മേലെ കണ്ടോ, ബുക്ക് മാർക്ക് ഇവിടെ ടിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് സെപ്പറേറ്റ് അവിടെ കാണിക്കും. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ എടുത്ത് നോക്കണമെങ്കിൽ ആ ബുക്ക് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആ ബ്ലൂ കളറിൽ കാണിക്കും. അപ്പോൾ വീണ്ടും അത് എടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോക്ക് ടെസ്റ്റിൻ്റെ ഫോമാറ്റ്. അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എക്സാമിന് മുമ്പ് തന്നെ തിയറി എക്സാംസിന് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് അറ്റൻഡ് ചെയ്യാനാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഒരു മോക്ക് ടെസ്റ്റ് പോലെ അറ്റൻഡ് ചെയ്യാനാണ് ലാസ്റ്റ് ഓപ്ഷൻ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എക്സാമിൻ്റെ സമയത്ത്. ഇപ്പം തിയറി എക്സാമാണ്, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, മടിയൊന്നും കാണിക്കരുത്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.